தென்றல் என்னை தீண்டினான் சேரை தீண்டும் ஞாபகம் சின்ன பூக்கள் பார்க்கையில் தேகம் பார்த்த ஞாபகம் வெள்ளி மூடை பேசினால் சொன்ன வார்த்தை ஞாபகம் தேகம் ரெண்டும் சேர்கையில் மோகம் கொண்ட ஞாபகம் வாயில்லாமல் போன வார்த்தை இல்லை கண்ணே நீ இல்லாமல் போனாள் வாழ்க்கை இல்லை கண்ணே முள்ளோடுதான் முத்தங்களா சொல் சொல் കാതൽ രോജാവേ ഇങ്ങേ എല്ലാം നല്ല ചന്തമുണ്ടല്ലേ. എന്ത് ചെയ്യണേ? ആ അതൊന്നും. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് അറിയാം, കുറേ നാൾ മഴ വന്നല്ലോ. ഫസ്റ്റ് മഴക്കാലം ആകാത്ത മുമ്പേ കാലാവസ്ഥ നേരത്തെ വന്നിട്ട് മഴ പെയ്തിട്ട്, അപ്പോൾ അതേപോലെ ഇപ്പോൾ കറക്റ്റ് മഴക്കാലം ആയതുകൊണ്ട് കൊണ്ട് മഴ വരുന്ന തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്ലൈമറ്റും എല്ലാത്തിനും ഇപ്പോൾ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം എത്രയെന്നറിയോ? 11:30 ആകാനായി. പക്ഷേ കണ്ടുകഴിഞ്ഞ് വെച്ചാലേ ഒരു 6 മണി 7 മണി ആയ പോലെ ഫുൾ ഒരു അതായത് ഈവനിങ് സമയമില്ലേ, അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് ഒരു ചെറിയ വ്ളോഗാണ്. രാവിലെ മോർണിംഗ് റുട്ടീനും ഉച്ചവരെ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഒരു ദിവസം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ. കാരണം ഇന്നത്തെ ക്ലൈമറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ എല്ലാവർക്കും കൂടെ. അപ്പം ഞാൻ വിചാരിച്ചു, പിന്നെ നമ്മുടെ നായ്ക്കുട്ടികളുണ്ടല്ലോ, അന്ന് വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ, അവർ കുറച്ചൊന്ന് വലുതായിട്ട് കണ്ണ് തുറക്കാറൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതിലൂടെ ഇനിയിപ്പോൾ എല്ലാം കാണാൻ ഇത്തിരി വലിയതായി നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വീട്ടിലോട്ട് പോയാലോ? നമ്മുടെ ഷോപ്പ് എത്തി. അക്ഷയ സെൻറ്ററിൽ ചേച്ചി ലീവാണ് തോന്നുന്നു, ഇത്ര നേരം കാണാനില്ല. ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് ഈ സാധനം മേലേക്ക് നന്നായിട്ട് പോക്കാൻ കിട്ടില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ അന്നത്തെ ദിവസത്തിൻ്റെ നമുക്കും ഭയങ്കര ടെൻഷനാണ്. എന്ത് കറി വയ്ക്കണം, ചോറിന് എന്താ കറി വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഏട്ടനോട് ഞാൻ എപ്പോഴും അഭിപ്രായം ചോദിക്കാം, കേട്ടോ ഇന്ന് എന്ത് കറി വയ്ക്കണം, എന്ത് കറിയാണ് വേണ്ടത് എന്നുള്ളത്. എന്താ അഭിപ്രായം ചോദിച്ചാലും അവസാനം ഞാൻ വയ്ക്കുന്ന കറി എന്താണെങ്കിലും അത് കഴിക്കണം. പക്ഷെ എന്നാലും ഒരു അഭിപ്രായം ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇന്ന് പറഞ്ഞു ചെറുപയർ ഉപ്പേരി വെച്ചിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം. കുറേ നാളായില്ലേ ചെറുപയർ ഉപ്പേരിയൊക്കെ വെച്ചിട്ട്. അപ്പം ഞാനും വിചാരിച്ചു ശരിയാണ്, കുറേ നാളായി ചെറുപയർ ഉപ്പേരി വെച്ചിട്ട്. അപ്പോൾ കഞ്ഞിയൊന്നുമല്ല, ഇന്നലെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കയ്പ്പയ്ക്ക കറി കൊണ്ടുവന്നതുണ്ട്. അപ്പോൾ ആ കറിയും നമ്മൾ ചെറുപയർ ഉപ്പേരിയുമാണ് ഇന്നത്തെ കറി. ചെറുപയർ ഉപ്പേരി ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും, ഏട്ടനും വീട്ടിലുള്ളവർക്കും അങ്ങനെ അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഉപ്പേരി റെഡിയായി. അപ്പോൾ ചോറും കറിയൊക്കെ റെഡിയായി. പിന്നെ റെഡിയായിട്ട് കുളിയും കഴിഞ്ഞു. ഇന്ന് റെഡിയായിട്ട് ഷോപ്പ് തുറക്കാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ട, അതായത് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ ആ മഴയത്ത് മഴ പെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, ആ കാണുന്ന മലയില്ലേ, ആ മലയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ട, ഒരു നീല കളറ് പോലെ കളർന്നിട്ട്. ഇപ്പോഴും നല്ല മഴക്കാറുണ്ട്, എപ്പം മഴ വരുന്നൊന്നും അറിയില്ല. രാവിലെ എണീറ്റിട്ട് ഇതിന് ഇങ്ങനെ ജനലിലൂടെ പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം തോട്ടിലൊക്കെ കുറച്ച് വെള്ളമുള്ളൂ, ഇനി മഴയില്ലല്ലോ. ഇനി കുറച്ച് ഇത് സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു പക്ഷിയുടെ സൗണ്ട്. ഞാൻ റെഡിയായി, നമുക്കിന്ന് ഷോപ്പിൽ പോയിട്ട് കാണാം.
അത് ഷോപ്പ് പോകണമെങ്കിൽ ഇതിൽ എത്ര സ്റ്റെപ്പ് ഇറങ്ങണമെന്ന് അറിയാം, കാണിച്ചേ. ഇതിനകത്തൊന്നുമില്ല. എല്ലാം കണ്ണ് തുറന്നതാ. ഇത് ദൈവമേ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമെന്നായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ കണ്ടിട്ടാണോ അതോ ഇനി സ്റ്റാറ്റസ് കണ്ടിട്ടാണോ എന്ന് പറഞ്ഞാൽ ഒരേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നായ്ക്കുട്ടി വേണമെന്ന് പറഞ്ഞിട്ട്. ഇതാ കണ്ണ് തുറന്നിട്ടുണ്ട്. ഇത്രയായിട്ട് ഇപ്പം സമയം എത്രയായി അറിയോ? 12 മണിയായി. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കാണോ വന്ന് ഷോപ്പ് തുറക്കണമെന്നല്ലേ. കാരണം എന്താണെന്നറിയോ, ഇന്നലെ ഒരു 3 ബ്ലൗസ് അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ടൈലർമാർക്ക് അറിയും എന്തായാലും 3 ബ്ലൗസ് അടിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞാൽ എത്ര സമയമാവുന്നു. അത് കട്ട് ചെയ്ത് അടിച്ച് ഹുക്ക് വെച്ച് എല്ലാം കഴിയുമ്പോൾ രാത്രി 10 മണിയായി. അപ്പോൾ 10 മണിക്ക് ശേഷം പിന്നെ പോയി കിടന്ന് ഉറങ്ങിയിട്ട് മഴയും കൂടിയല്ലേ, രാവിലെ നേരത്തെ അടിച്ച് വരികയെന്ന് പറഞ്ഞാൽ പിന്നെ ഏട്ടനൊരു ഓട്ടം ഉണ്ടായിരുന്നു. ആ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് 12 മണിയായി. ഞങ്ങൾ തറവാട്ട് വീട്ടിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇറക്കി നടന്ന സ്റ്റെപ്പ് അത്രയും ഇറങ്ങി വന്നില്ലേ. അപ്പോൾ അത്രയും സമയമായില്ലേ, അതുകൊണ്ടാണ് ഈ നേരമായത്. ഇനി ഇന്നും അതേപോലെ ബ്ലൗസ് അടിക്കാനുണ്ട്. ഈ 2-3 ദിവസം മാത്രം, കുറേ ദിവസം ലീവ് ആക്കിയില്ലേ, അതുകൊണ്ടാണ് ഇത്രയും സമയമായിട്ട് അടിക്കാനായിട്ട് പെൻഡിങ് ആയിട്ട് വരുന്നത്. അത് നല്ല കുത്തി നിറച്ച് തന്നെ തിരക്കൊന്നും അല്ല, എന്നാലും പിന്നെ അതിനിടയിൽ ഒരു കസ്റ്റമർ വന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നോക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ തന്നെ കാണിച്ചു കൊടുക്കണ്ടേ, അതുകൊണ്ടാണ് ഇത്രയും സമയമാകുന്നത്. അത് നായ്ക്കുട്ടികൾക്ക് ഇത്തിരി വലുതായില്ലേ, ഒന്ന് നമുക്ക് നോക്കിയിട്ട് വന്നല്ലോ, കണ്ടപ്പോൾ ഒരു കൊതി. അപ്പം നമ്മൾ ഇവിടെ കടിച്ചു വിട്ടു, എല്ലാം റെഡിയാക്കി, വെള്ളമൊക്കെ പിടിച്ചിട്ട് വന്നു. അപ്പോൾ ഇനി വിളക്ക് വെക്കണില്ല, കാരണം 12 മണി കഴിഞ്ഞു. ഇനി നമ്മൾ വിളക്ക് വെച്ചതെന്ന് വെച്ചാലേ ദൈവം എന്താ വിചാരിക്കുക അല്ലേ, ഉച്ചനേരത്ത് കൊണ്ട് വിളക്ക് വയ്ക്കണം. പക്ഷെ മേലെ വിളക്ക് വെച്ചു, അത് തന്നെ കൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇനി ഈ ഡിസ്പ്ലേ മാറ്റണം. കാരണം ഡിസ്പ്ലേ ഇട്ടിട്ട് ഇന്നലെ മഴയതുകൊണ്ട് ഡിസ്പ്ലേ വെളിയിൽ അധികം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇതേ ഡിസ്പ്ലേ വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി മാറ്റണമല്ലോ. ഇതൊക്കെ വെച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഈ ടോപ്പിൻ്റെ റേറ്റ് 450 രൂപയാണ്. നല്ല കളറും തുണിയും നല്ല തുണിയാണ്. വേഗം പിഞ്ഞ് പോണത്തെ പോലത്തെയോ അല്ലെങ്കിൽ കളർ പോണ പോലത്തെ തുണിയല്ല. അപ്പോൾ എന്തായാലും അതും കൂടി പറയാൻ വിചാരിച്ചാണെങ്കിൽ കാണുവാണെങ്കിൽ. പിന്നെ ഈ ടോപ്പില്ലേ, ഇത് നൈറ്റിന് മോഡലിൽ ഫ്രോക്കിൻ്റെ നൈറ്റി ഫ്രോക്ക് ഇപ്പോൾ വരുന്നില്ല, പുതിയ ട്രെൻഡിൽ വരുന്നില്ല. ഇത് 300 രൂപ. അതുപോലെ ഈ ടോപ്പും 310 രൂപ. ഇത് അതായത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ വർക്കിനൊക്കെ പോകുന്നവർക്ക് ഇടുന്ന പോലത്തെ സാധാരണ ടോപ്പാണ്. 310 രൂപയുള്ളൂ. ഇതിൽ നല്ല നല്ല കളറുണ്ട്. ഇതൊരു കളറ്, പിന്നെ ഇത് യെല്ലോ കളറ്. അപ്പോൾ ഈ ടോപ്പിന് 310 രൂപയുള്ളൂ.
ഇത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ ടോപ്പ് നല്ല ടോപ്പാണ്. നമുക്ക് ഡിസ്പ്ലേ മാറ്റാം. ഈ ബ്ലാക്കിൻ്റെ തന്നെ വൈറ്റ് ഇട്ടിട്ട് 2 ദിവസമായി ഡിസ്പ്ലേ ഇട്ടിട്ട്. അപ്പോൾ വെളിയിൽ വെയിലൊന്നും കൊള്ളുമൊന്നുമില്ല, നരക്കൊന്നുമില്ല. പക്ഷേ കാണുമ്പോൾ ഒരേ ഡിസ്പ്ലേ തന്നെ കണ്ടതെന്ന് വെച്ച് ഭയങ്കര ഇതല്ലേ. ഈ ടോപ്പ് വന്നിട്ട് അജറക്കിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡുള്ള ടോപ്പാണ്. ഈ ടോപ്പ് വന്നിട്ട് 450 രൂപയാണ്. അപ്പം നമുക്ക് ഡിസ്പ്ലേ മാറ്റാം. എന്ത് ഡിസ്പ്ലേ വെക്കാമെന്ന്. ഇതൊക്കെ ഫ്രോക്ക് നൈറ്റിയാണ്. ഇങ്ങനത്തെ മോഡൽ ടോപ്പ് നമ്മൾ ഡിസ്പ്ലേ വെച്ചിട്ടില്ല വെളിയിൽ. ഇതിങ്ങനെ വയ്ക്കാൻ തോന്നണം. കുറേ നാളായി വെച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ നെയ്റ്റ് വെക്കണം. നെയ്റ്റിയും വെച്ചിട്ട് കുറച്ച് ദിവസമായി. നെയ്റ്റ് ക്ലാസ്സിൽ തൂക്കാം. പിന്നെ ഇതാണ് ഡിസ്പ്ലേ ഇടുന്നത് ടോപ്പ്. ഈ 4 ടോപ്പാണ് ഡിസ്പ്ലേ ഇടുന്നത്. ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഉണ്ട്. ക്ലാസ്സിൽ നമുക്ക് നെയ്റ്റ് ഇടാം. അപ്പോൾ ഡിസ്പ്ലേ ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാനിങ്ങനെ അടിക്കാണ്ടിങ്ങനെ നിന്നതല്ലേ ശരിയാവില്ല. കാരണം എനിക്ക് അടിക്കാനുള്ള പെൻഡിങ് തീർക്കാണ്ടിരുന്നതെന്ന് വെച്ചാൽ ഞാൻ വൈകുന്നേരം ഒരുപാട് സമയം ഇരിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഡിസ്പ്ലേ ഇട്ടത് എന്തൊക്കെയാണ് കാണിച്ചത്. ഈ ഫ്രോക്ക് ടോപ്പാണിത്. ഇതിന് 520 രൂപയാണ്. പിന്നെ ഇവിടെ ക്ലാസ്സിൽ നെയ്റ്റിയാണ് ഇട്ടത്. ഫ്രണ്ടിൽ ടോപ്പ് ഇതുണ്ട്. ഇതിൻ്റെ മോഡലായിട്ടുള്ള നെയ്റ്റിയാണ്. ഇങ്ങനെ എന്തായാലും നീ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലില്ലേ സമയമാവും. ബായ്. കുറയ്ക്കണുണ്ടോ? റോഷൊക്കെ ഇതിനപ്പോഴും ഉറക്കമാണല്ലോ. ഉമ്മ കൊടുക്കുമ്പോ ഒന്നും ചെയ്ത് ഞാൻ രാവിലെ വന്ന് വീഡിയോ എടുത്തു. അത് എന്നെ എന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. അമ്മോ, വീഡിയോയ്ക്ക് പോസ് ചെയ്യാതിരിക്കുവോ? അവിടെ ആരാ ഉള്ളത്? അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. എല്ലാം നല്ല ചന്തം ഉണ്ടല്ലേ. എന്താണ്? അതൊന്നും ചെയ്യില്ല. അത് നമുക്ക് പരിചയമുള്ളതല്ലേ. അതുകാരം കൊണ്ട് ഒന്നും ചെയ്യില്ല. എന്റെ കുട്ടികളിലൊക്കെ ഞങ്ങൾ എടുത്തിട്ട് പോണു. പോട്ടെ, നോക്കേട്ടാ. പേടിച്ചു. ഞാനേ പേടിച്ച നായ എങ്ങനെ വന്നാ വിചാരിച്ചു. തുറന്നു വിടും കണ്ട് നോക്കി നിൽക്കാണ്. ഞാൻ അവിടെ കടന്ന നിന്റെ കുട്ടികളൊക്കെ തൂക്കിട്ട് പോകാൻ പോകുന്നു. അമ്മ അതാ വിളിക്കണ. അച്ഛൻ വിളിക്കണോ? ആടി അച്ഛൻ വിളിക്കണോണ്ട്. അതെ എന്നെ നോക്കി നിൽക്കണം. ഞാൻ വീഡിയോ എടുക്കണ്ടായിരുന്നു. നല്ല പാട്ട് പാടി. മലയിലെ കുറിച്ചിട്ടല്ല, ഇവിടെ നിന്ന് പാടി നല്ല എക്കോ സൗണ്ട് അല്ലേ, സൂപ്പറായിട്ട്. മലയോരമാങ്കുരുവി മാങ്കിളയിൽ പാട്ടെഴുതി പാടുതടി, മകറാണി ഉന്നരവൈരാ പകലായി മനസ്സ് തേടുതടി.
ഏട്ടാ ഈ പാട്ട് ആർക്കും അറിയില്ല, അറിയുന്ന ഒരു പാട്ട് പറയും. സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നിദ്രതൻ ഉണ്മയിൽ പീലിയം 7 വർണ്ണങ്ങളും നീത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരുന്നു നിങ്ങളുടെ വോയിസ് പാടാൻ പറഞ്ഞ നിങ്ങളുടെ വോയിസിന് വന്നിട്ട് നിങ്ങൾക്ക് ഒന്നാമത് നിങ്ങൾ ഇഷ്ടം SPB സാറിനെ അല്ലേ, അപ്പോൾ ആ SPB സാറിൻ്റെ ഒരു പാട്ട് പാടി. ആരും കേൾക്കാത്ത പാട്ട് പാടണ്ട, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ട് പാടിയാൽ മതി. പാടാത്ത പാട്ട് കണ്ട് പാടാണ്ടിരിക്കുന്നതാണ്. தென்றல் என்னை தீண்டினால் சேலை தீண்டும் ஞாபகம், சின்ன பூக்கள் பார்க்கையில் மோகம் கொண்ட ஞாபகம், தேகம் ரெண்டும் சேலையில் சொன்ன வார்த்தை ஞாபகம். ഓക്കെ தென்றல் என்னை தீண்டினால் சேலை தீண்டும் ஞாபகம், சின்ன பூக்கள் பார்க்கையில் தேகம் பார்த்த ஞாபகம், வெள்ளி மூடை பேசினால் சொன்ன வார்த்தை ஞாபகம், தேகம் ரெண்டும் சேர்கையில் மோகம் கொண்ட ஞாபகம், வாயில்லாமல் போன வார்த்தை இல்லை கண்ணே, நீ இல்லாமல் போனால் வாழ்க்கை இல்லை கண்ணே, முள்ளோடுதான் முத்தங்களா சொல் சொல், காதல் ரோஜாவே இங்கே நீ எங்கே, கண்ணீர் வழியுதடி கண்ணீர், கண்ணுக்குள் நீதான் கண்ணீரில் நீதான், கண்மூடி பார்த்தால் நெஞ்சுக்குள் நீதான், என்னானதோ ஏதானதோ சொல் சொல். സൂപ്പർ. കറി എവിടെ? ഞാൻ കറി പോലെ വെക്കാൻ പറഞ്ഞിട്ട് കടയിലല്ലേ പറഞ്ഞേ? ഒരു മിനിറ്റ്, ഞാൻ എന്നെ വീഡിയോ എടുക്കുന്നത്. ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നിരിക്കുകയാണ്, അപ്പോൾ ഏട്ടൻ കറി ആയിട്ട് വെക്കാൻ പറഞ്ഞു. നിങ്ങളല്ലേ പറഞ്ഞു ഉപ്പേരി മതിന്ന്, ചെറുപയർ ഉപ്പേരി മതി പറഞ്ഞ. ചെറുപയർ ഉപ്പേരിയാ? ഞാൻ നിന്റെ അടുത്ത് ചെറുപയർ കടയനാണ് പറഞ്ഞത്. രാവിലെ പറഞ്ഞിട്ട് പോയി ഉപ്പേരി വെക്കുന്നു. ഞാൻ കടയാനാണ് പറഞ്ഞപ്പോൾ നീ എന്തോ ചെയ്യ വേണ്ടി പോയി. അപ്പോൾ ശരി, എന്തായാലും ഉപ്പേരി വെക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപ്പേരി വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ കടയാനാണ് അത്ര. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കഞ്ഞിയും പയറും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഉച്ചയ്ക്ക് കഞ്ഞില്ല, ചൂട് കഞ്ഞിയും പയറും. പക്ഷെ ആ പയറ് തേങ്ങയൊന്നും ഇടില്ല, കാര്യത്തിൽ തേങ്ങയൊന്നും ഇടില്ല. അല്ല അത് ശരിയാണ്, തേങ്ങ ഇടില്ല, മുളക് ഇടില്ല, ഉപ്പും ഈ പയറും മാത്രം ഉണ്ടാവുള്ളൂ. ഇത് ഇന്നലെ എൻ്റെ വീട്ടിൽപ്പാടെ ബേബി ചേച്ചി വെച്ച. ബേബി ചേച്ചിയല്ലേ വെച്ചത്? ബേബി ചേച്ചിയാണ്. കേട്ടാ, ബേബി ചേച്ചി വീഡിയോ കാണുന്ന സമയത്ത് വലിയ ചേച്ചി വെച്ചാ എന്നടാ എന്താ പയ്യൻ ഞാൻ വെച്ചിട്ട് പറയുന്നുള്ളൂ. ബേബി ചേച്ചി വെച്ച വേറെ ടേസ്റ്റാണ്. ബേബി ചേച്ചി വെച്ചെന്നാ പറഞ്ഞു, ഞാൻ വെച്ചതാണ് പറഞ്ഞു എന്നെ കൊണ്ട്. അയ്യോ, ചെയറിലെ കർട്ടൻ അത് നമ്മളത് മാറ്റിയില്ലല്ലോ. കർട്ടൻ അല്ല, അത് അവിടെ ജെല്ലില് ഈ വിശന്ന് നിൽക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന സംഭവം മണ്ട കഴിക്കിട്ട് നീ. ശരി, അപ്പൊ ഇത് വേണ്ടേ മീനച്ചാർ.
ഏട്ടാ മുമ്പ് മീനച്ചാർ കഴിച്ചിട്ടുണ്ടോ? ഓ വലിയ ചേച്ചി എപ്പോഴും മീനച്ചാറിൻ്റെ കാര്യം പറയും, ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞു. എൻ്റെ വലിയ ചേച്ചി വീട്ടു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു ആദ്യം, അപ്പോഴല്ല കുറേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലാണ് തോമസ് സാർ പറയും. ആ സാറിൻ്റെ കമ്പനിയിൽ തന്നെ ഞാനൊരു 3 കൊല്ലം ജോലി ചെയ്തു, പെയിൻറ്റിങ് കമ്പനി. അവർക്ക് നോൺ വെജില്ലാണ്ട് എപ്പോഴും എപ്പോൾ നോക്കിയാലും നോൺ വെജ് ഉണ്ടാവും. അപ്പോൾ പണിയെടുക്കുന്നത് കൊണ്ടപോളാണ്. ആ ചേച്ചി പറഞ്ഞു കോട്ടയംകാരല്ലേ അവര്? ആ കോട്ടയം. അവർ മീനച്ചാറില്ല, തുണ്ട് മീൻ തൃശ്ശൂരിൽ നിന്ന് മീൻ വാങ്ങിട്ട് വന്നിട്ട് സ്രാവില്ല അത് വാങ്ങിട്ട് വന്നിട്ട് തുണ്ടായിട്ട് കറക്റ്റിൽ അറുത്തിട്ട് ഉണക്കി അവർ തന്നെ മീനച്ചാറിടും. അതന്നെ പറഞ്ഞ ചേച്ചി അങ്ങനെ തന്നെ വിട്ടുതരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മത്തിയോ അതൊക്കെ ആണെന്ന് വെച്ചാൽ ഒരു 4 കിലോനെങ്കിലും വേണം പറഞ്ഞു ചേച്ചി. 4 കിലോ വാങ്ങിയിട്ട് അത് എന്തോ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, എന്നാലേ നമുക്ക് അച്ചാറിടുമ്പോൾ തികയുള്ളൂ പറഞ്ഞു. നിറയെ മീൻ വേണത്ര, 4 കിലോ നേരെ ആക്കണമെങ്കിൽ സമയമില്ല. അച്ചാറിട്ട് ഉണങ്ങി ചെറിയ പീസായി. അല്ല അതന്നെ പറഞ്ഞു, അപ്പോൾ തികയില്ല പറഞ്ഞു. അതുകൊണ്ട് 4 കിലോ മത്തി വാങ്ങിയിട്ട് നേരെ ആക്കുന്ന സമയമായതുകൊണ്ട് ഒരു ബോട്ടിൽ മീനച്ചാറ് വാങ്ങിക്കാൻ പണി ലാഭം. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ല. ശരി അപ്പോൾ ചോറിനട്ടെ.